ഗൈസ്, ഈ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലൊക്കേഷൻ ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. യെസ് ഗൈസ്, നമ്മുടെ ഷെഫ് പിള്ളേന്ന് നോർത്ത് റസോയ് റെസ്റ്റോറന്റ് ആണ്. നമ്മുടെ കാലിക്കറ്റ് ഗോകുലമാളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു നോർത്ത് റസോയ്. ഈ തവണ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും കൂടെ ഇഫ്താർ മീറ്റപ്പിന് വേണ്ടിയിട്ടാട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ ഫ്ലാറ്റ് ആയിട്ടുണ്ടായിരുന്നു അവിടെ ആംബിയൻസും വൈബും കണ്ടിട്ട്. അത്രയും കിടിലനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇഫ്താർ ഫുഡ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടേഴ്സിന്റെ ക്വാളിറ്റി ഒക്കെ എടുത്തു പറയണം. പിന്നെ ഷെഫ് പിള്ളേ റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ചിട്ടുള്ള ആളുകളോട് ഞാൻ പ്രത്യേകം ഷെഫ് പിള്ളേ ഫുഡ്സിന്റെ എന്താ പറയുക ക്വാളിറ്റി പറഞ്ഞു തരേണ്ട ആവശ്യം. ഇനി നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത ഫുഡ്സ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കിഡിലൻ ആംബിയൻസും കൂടെയാണ്. അവരുടെ പ്ലേറ്റിംഗ് ഒക്കെ എടുത്തു പറയണം. പിന്നെ ഇവരുടെ ഈ ഒരു ഇഫ്താർ കോംബോ അല്ലേ, അതിന്റെ എമൗണ്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കിട്ടും. അത് ഞാൻ എൻഡിൽ പറയാം ഗൈസ്. നമ്മളെല്ലാവരും സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്തു. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡ്സ് ഒക്കെ എങ്ങനെയായിരിക്കും നമ്മുടെ ടേസ്റ്റിനെ പിടിക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം കിടിലായിരുന്നു. എസ്പെഷ്യലി ആ ബിരിയാണി എടുത്ത് പറയണം. പിന്നെ അവരുടെ സ്റ്റഫ്ഡ് ഗുലാം ജാമുൻ, അതൊരു രക്ഷയില്ലാത്ത ഐറ്റമാണ്, മസ്റ്റ് ട്രൈ. പിന്നെ നമ്മുടെ സുജിത് സാറിനെ കണ്ടിരുന്നു. ഓൾ കേരള ഷെഫ് പിള്ളേന്റെ മാനേജർ ആണ് നമ്മുടെ സുജിത് സാറ്. ആളെയും കണ്ടു നമ്മൾ നേരെ തിരിച്ചു പോന്നു. നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട, മോഡേൺ ഇന്ത്യൻ കുസീൻ ബൈ ഷെഫ് പിള്ളൈ, കാലിക്കറ്റ് ഗോകുലമാൾ. ബൈ.